ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയിലേക്ക് നമ്മൾ കണ്ണുപായിക്കുമ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരാത്തൊരു പ്രധാനമന്ത്രി, പാർലമെന്റിന് വിധേയപ്പെടേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഭരണാധികാരി, തന്റെ വകുപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലും ഞാൻ പറയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷേ പാർലമെന്ററി ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളിലൂടെ അടിവരയിട്ടിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ഇരുന്ന് പ്രതിപക്ഷ അംഗങ്ങളെ ശ്രവിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഈ പശ്ചിമ ഭാഗത്തു നിന്നൊക്കെ വിദൂര കോണുകളിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഈ രാജ്യം എന്താണ്, ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ്, പ്രതീക്ഷകൾ എന്താണ്, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം സ്പീക്കറോടും രാജ്യസഭാ ചെയർമാനോടും ആണയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സർ, എൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾക്ക് നിങ്ങൾ സമയം കുറച്ചു കൊടുത്താലും പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം നൽകണം. എൻ്റെ പാർട്ടിയിലെ നേതാക്കൾ അല്ലെങ്കിൽ അംഗങ്ങൾ എന്നെ സുഖിപ്പിക്കാനുള്ള വാചകങ്ങൾ ഇവിടെ പറയുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ്, ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ മറുപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രതിപാദനങ്ങൾ എനിക്ക് കേൾക്കണം. മഹാനായ AKG ഒക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കും കുത്തും കോമയും അദ്ദേഹം മനസ്സിലേക്ക് സംശയിക്കുന്നു. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച, അദ്ദേഹത്തിന്റെ സണ്ണിലോ സംസാരിച്ച കാര്യങ്ങൾ പോലും അദ്ദേഹം അവിടെ ഇരുന്ന് കേട്ടു. നോക്കുക എങ്ങനെയാണ് പാർലമെന്റ് ജനാധിപത്യം ഒരു ഘട്ടത്തിൽ സാർത്ഥകമായത് എന്ന്. ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയിലേക്ക് നമ്മൾ കണ്ണുപായിക്കുമ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരാത്തൊരു പ്രധാനമന്ത്രി, പാർലമെന്റിന് വിധേയപ്പെടേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഭരണാധികാരി, തന്റെ വകുപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലും ഞാൻ പറയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ ചെലവഴിച്ച സമയത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ 0.1% പോലും ഇല്ല. പണ്ടൊക്കെ വലിയ രാഷ്ട്രീയ സംഭവവാസങ്ങൾ ഉണ്ടാകുമ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്താണെങ്കിൽ ആ രാഷ്ട്രീയ സംഭവവാസത്തെക്കുറിച്ച് മന്ത്രിമാർ വന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പം MP ആയിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ പാർലമെന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 3 ഡയമെൻഷണൽ വ്യൂ ഓഫ് പാർലമെന്റ് എനിക്കുണ്ട് എന്ന്. ഞാൻ വലിയ വലിയ മഹാരാജന്മാരായിട്ടുള്ള നേതാക്കന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഡയമെൻഷനേ ഉള്ളൂ, എനിക്ക് 3 ഡയമെൻഷനുണ്ട്. ഞാനൊരു സാധാരണ രാഷ്ട്രീയ മീമാംസക വിദ്യാർത്ഥിയായിട്ട് ഇന്ത്യൻ പാർലമെന്റിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായി പാർലമെന്റിന്റെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ കീഴ്പോട്ട് നോക്കിയിട്ടുണ്ട്. ഒരു MP എന്ന നിലയിൽ അതിൻ്റെ തടത്തിൽ നിന്നുകൊണ്ട് ഞാൻ പാർലമെന്റിനെ നോക്കിക്കാണും. സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മന്ത്രിമാർ വരും. രാജ്യസഭയിലാണെങ്കിൽ സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ഇന്ന് അങ്ങനെ ഒരു സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റേ ഇല്ല. ഒരു മന്ത്രിയും ഒരു സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്താൻ തയ്യാറല്ല. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും സാധ്യമല്ല. 28 സംസ്ഥാനങ്ങളുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂർ വർഷങ്ങളോളം കത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ഇന്ത്യൻ പാർലമെന്റിൽ നടത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ തിരസ്കരിക്കാൻ കഴിയുമോ എന്നുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്.